എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന അഥവാ PMMSY എന്ന പദ്ധതിയെ ആസ്പദമാക്കിയുള്ള പരമ്പര, ഒന്നാം ഭാഗം. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്വകാര്യ മേഖലയുടെയും സഹകരണ ശ്രമങ്ങളുടെ ഫലമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ മത്സ്യബന്ധന മേഖല വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. സുസ്ഥിര സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്ത കാർഷിക പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന അഥവാ PMMSY. രാജ്യത്തെ മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിനായി ഈ പദ്ധതി പ്രകാരം 2050 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഫിഷറീസ് മേഖലയിലെ ചരിത്രപരമായ ഏറ്റവും വലിയ നിക്ഷേപമെന്ന് അടയാളപ്പെടുത്തുന്ന PMMSY മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൂടാതെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയും പാരിസ്ഥിതിക സംരക്ഷണവും ലക്ഷ്യമിടുന്നു. വരുന്ന 5 വർഷത്തിനുള്ളിൽ 70 ലക്ഷം ടൺ അധിക മത്സ്യോൽപാദനം കൈവരിക്കുവാനും മത്സ്യബന്ധന കയറ്റുമതി ഇരട്ടിയാക്കുവാനും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ 55 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പരമ്പരയിൽ ഇന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ റിജി ജോൺ സംസാരിക്കുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന PMSSY എന്ന് പറയുന്നത് 2020-21 മുതൽ 5 വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിംഗ് സപ്പോർട്ടോടുകൂടെ നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇതിലേക്ക് 5 വർഷത്തേക്കായി 20,050 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര വിഹിതം 9,407 കോടിയും സ്റ്റേറ്റ് ബാങ്കുകളുടെ വിഹിതം 4,880 കോടിയും ഗുണഭോക്താക്കളുടെ വിഹിതം 5,763 കോടിയുമാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് വിശാലമായ തലത്തിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. ഉൽപാദനത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും വർധന, അടിസ്ഥാന വികസനവും ഉൽപാദന ശേഷ പദ്ധതികളും, ഫിഷറീസ് മാനേജ്മെന്റും റെഗുലേറ്ററി ഫ്രെയിംവർക്കും. അപ്പൊ ഇങ്ങനെയുള്ള 3 വിശാല തലങ്ങളിലുള്ള ഘടകങ്ങളുടെ വികസനത്തിനായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. അപ്പം ഇതിലെ 100ഓളം ഒറ്റപ്പെട്ടതും പരസ്പര ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഉൾനാടൻ മത്സ്യകൃഷി, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഹിമാലയൻ സ്റ്റേറ്റ്സ്, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുസ്ഥിരവും ഉത്തരവാദിത്വവും സമഗ്രവും തുല്യ അവകാശത്തോടു കൂടിയുള്ള മത്സ്യബന്ധന സാധ്യതകൾ, ഉൽപാദനക്ഷമതയോടും വിവിധവൽക്കരണത്തോടുമുള്ള മത്സ്യ ഉൽപാദനത്തിനുള്ള വർധനവ്, പിന്നെ മൂല്യ ശൃംഖല നവീകരണം, ശാക്തീകരണം, മത്സ്യബന്ധന ശേഷമുള്ള പരിപാലനവും ഗുണനിലവാരം മെച്ചപ്പെടുത്തലും. ഇതിനെല്ലാം സംബന്ധിച്ച് പിന്നെ അടുത്തതായിട്ട് മത്സ്യകൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കൽ, സുസ്ഥിര മത്സ്യ ഉൽപാദന ഉറവിടം, പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ GDP, എക്സ്പോർട്ട്, അതായത് ഇവിടെ നിന്ന് കയറ്റുമതിയുടെ വർധനവ്, അതായത് മത്സ്യ വിഭവങ്ങളുടെ കയറ്റുമതിയുടെ വർധനവ്, മത്സ്യത്തൊഴിലാളികൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ച, പിന്നെ അതുപോലെ തന്നെ നവീന രീതിയിലുള്ള ഫിഷറീസ് മാനേജ്മെന്റ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ട് PMSSYയിൽ ഫിഷറീസ് സെക്ടറിൽ ഉദ്ദേശിക്കുന്നത്. ഇതിലെ നിർവഹണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതരം കമ്മിറ്റികളുണ്ട്. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയുണ്ട്. പിന്നെ ഇതിന്റെ നിർവഹണ ഏജൻസികൾ എന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മെയിൻ ആയിട്ട് നിർവഹണ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിലോട്ടുള്ള ഫണ്ട് രൂപീകരണത്തിനായി മറ്റ് ഏജൻസികൾ പോലെയുള്ള ഏജൻസികൾ, അതിലെ ഒരു ഏജൻസിയാണ് ഇപ്പം നമ്മളിവിടെ നടത്തിയതായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയത്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ആണത്. അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NCDC. അപ്പൊ അവരാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് ഇപ്പം മുന്നോട്ട് വന്നിട്ട്
ഫണ്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പ്രാധാന്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്തെ ഫണ്ടിങ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നതിലാണ് ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന സംവിധാനം നിലവിൽ വരുന്നത്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് വേറെ ഒരെണ്ണമുണ്ട്. അത് 100% സെൻട്രൽ സെക്ടർ വെച്ചിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളെല്ലാം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് പലതരം പദ്ധതികളാണ് അതിൽ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നതിനകത്തുള്ള കോമ്പണന്റില് സ്റ്റേറ്റുകൾക്ക് 60% കേന്ദ്രവും 40% സ്റ്റേറ്റും കൊടുക്കുന്ന പലതരം പദ്ധതികളുണ്ട്. അതിൽ ഗുണഭോക്ത അധിഷ്ഠിത വ്യക്തിഗത ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് അടുത്തത്. അതിൽ ഓരോ യൂണിറ്റിനും കേന്ദ്ര സംസ്ഥാനം ചേർത്ത് 40%. പക്ഷേ SC, ST ആൻഡ് വുമൺ കാറ്റഗറി, അതായത് വനിതകൾക്കായിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ 60% ഉയർത്തിയിട്ടാണ് ആ ഫണ്ടിങ് നമ്മൾ നൽകുന്നത്. പിന്നെ ഇതിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിലെ ആദ്യം നമ്മൾ അപേക്ഷ ഫിഷറീസിലെ ഓഫീസർക്ക് സമർപ്പിക്കുന്നു. അവരത് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിൽ റെക്കമെൻഡ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലോട്ട് പോകുന്നു. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ നിന്ന് അത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് വഴിയാണ് ഇതിന്റെ റെക്കമെൻഡേഷനും അതിനുശേഷം പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രപ്പോസൽ സമർപ്പിക്കുന്ന വിധം ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല. ഇത് കൺസേൺഡ് ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ അതിന് DPR, അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും ആവശ്യമായ അനുമതികൾക്കും അതിന്റെ ആകെയുള്ള പദ്ധതിയുടെ തുകയുടെ മൂല്യത്തിന്റെ 1% പരിമിതപ്പെടുത്തിക്കൊണ്ട് കൊടുത്തു. വലിയ പദ്ധതികളാണെങ്കിൽ അത് മാക്സിമം 150 ലക്ഷമാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് 1% എത്രയാണോ അത്രയുമായിട്ടുള്ള തുക അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അനുവദിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഈ പ്രൊജക്ട് എല്ലാം അംഗീകരിച്ച് അനുവദിച്ച ശേഷമാണ് ഈ തുക എല്ലാം ലഭിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സെക്ടറുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇൻലാൻഡ് ഫിഷ്, അതായത് ഉൾനാടൻ മത്സ്യകൃഷി, അതിനകത്ത് പോണ്ട് കൺസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ തന്നെ അത് പുനരുദ്ധാരണം, അതുപോലെ തന്നെ ഹാച്ചറിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, ഇതെല്ലാം ഉൾനാടൻ മത്സ്യകൃഷിക്ക് കിട്ടും. അതുകൂടാതെ മാരികൾച്ചർ സൈഡിൽ, അതായത് കടലിലുള്ള കൃഷി ആണെങ്കിൽ അതിനകത്ത് ഹാച്ചറീസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൂട് കൃഷിക്കും, കടലിൽ കൂട് കൃഷിക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകും. പിന്നെ അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, അതായത് RAS, പിന്നെ അതുപോലെ ബയോഫ്ലോക്ക്, അങ്ങനെയുള്ളതിനും കൂടുതലായിട്ടുള്ള സഹായ സഹകരണങ്ങളുണ്ട്. അലങ്കാര മത്സ്യകൃഷിക്ക്, സീവീഡ് കൾട്ടിവേഷൻ, മാർക്കറ്റിംഗ്, പിന്നെ ഡിജിറ്റലൈസ്ഡ് മാർക്കറ്റിംഗ് സംരംഭങ്ങൾ, പുതുതായിട്ടുള്ള നവമാധ്യമങ്ങളിൽ കൂടെ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് പുരോഗമിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംരംഭങ്ങൾക്കും സഹായ സഹകരണങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെയുള്ളത് റിസർവോയർ ഡെവലപ്മെന്റ് ആണ്. ആ റിസർവോയർ ഡെവലപ്മെന്റ് അതിന് കുറെ റെസ്ട്രിക്ഷൻസ് അവിടെ ഇവിടെയുള്ള, അതായത് ഇപ്പം വനമേഖലയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസുമായി ചേർന്ന് അതുപോലെയുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലും ഇത് ഉപയോഗിക്കുന്നതാണ്. അത് തന്നെയല്ല, പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് കോൾഡ് സ്റ്റോറേജ്, ഫിഷ് ഫീഡ് മില്ല്, പിന്നെ ഫിഷറീസ് എക്സ്റ്റൻഷൻ സർവീസ്, വിജ്ഞാന വ്യാപനം കൂടുതൽ നടത്താനുള്ള മത്സ്യസേവാ കേന്ദ്രം, അതെല്ലാം ഗവൺമെന്റ് കീഴിലായിരിക്കും വരുന്നത്. പിന്നെ റെഫ്രിജറേറ്റഡ് ഇൻസുലേറ്റഡ് വെഹിക്കിൾസ്, മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ മത്സ്യരോഗ നിവാരണത്തിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ടുള്ള പദ്ധതികൾ, പോസ്റ്റ് ഹാർവസ്റ്റ്, അതായത് മത്സ്യബന്ധനത്തിന് ശേഷം അതിന്റെ ഗുണനിലവാരം ഉയർത്താനും കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യാനുമായിട്ടുള്ള പ്രോസസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ മൂല്യവർദ്ധിത വസ്തുക്കൾ, ഫിഷിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഇത്, പിന്നെ ഉൾക്കടൽ മത്സ്യബന്ധന രീതിക്കുള്ള സഹായങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മത്സ്യസമ്പദ യോജനയുടെ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്, ഇത് ഗുണഭോക്താക്കൾ അവസാനം മത്സ്യ കർഷകർ തന്നെയായിരിക്കും. പക്ഷെ അതിനകത്ത് ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മത്സ്യ വകുപ്പും എല്ലാം ചേർന്ന് ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കൂടെ പറയാം. അതിലെ ജനറ്റിക് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അതായത് ഒരു മത്സ്യമോ അല്ലെങ്കിൽ ഒരു ചെമ്മീനോ അതിന്റെ ഗുണഗണങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം. ഇപ്പൊ ഈ ബ്രോയിലർ ചിക്കനൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത പോലെ ഓരോ സ്ട്രെയിൻ എങ്ങനെ ഉണ്ടാക്കാം, പുതുതായ മീനുകളുടെ വെറൈറ്റികൾ ഉണ്ടാക്കാം. അതാണ് ജനറ്റിക് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഡെവലപ്മെന്റ്, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിന്, അക്വാട്ടിക് ക്വാറന്റൈൻ ഫെസിലിറ്റീസ്. നമുക്കിപ്പോ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഓർണമെന്റൽ ഫിഷറീസ് കയറ്റുമതി ചെയ്യുന്നതുമായിട്ടുള്ള സമയങ്ങളിൽ അതിനുവേണ്ട ക്വാറന്റൈൻ നടത്തി അതിൽ രോഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പിച്ച ശേഷം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിപണനം സാധ്യമാകുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതിനുവേണ്ട ട്രെയിനിങ്, അവയർനെസ് പ്രോഗ്രാം, എക്സ്പോഷർ, കപ്പാസിറ്റി ബിൽഡിംഗ്, ഇതെല്ലാം നമ്മൾ സെൻട്രൽ സെക്ടർ പ്രോഗ്രാമാണ്. പിന്നെ മോഡേണൈസേഷൻ ഓഫ് ഫിഷിംഗ് ഹാർബർ, 100% ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആണ് ഇത് നടത്തുന്നത്. അങ്ങനെയുള്ള പല പ്രോഗ്രാംസ് ആണ് ഈ സെൻട്രൽ സെക്ടർ സ്കീമിൽ വരുന്നത്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ആകെ 10,000 ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷന്റെ രൂപീകരണമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ ബോധവൽക്കരണ പരിപാടിയിൽ ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻ FFPO എന്നുള്ള ഒരു സംഘടനയുടെ രൂപീകരണത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് മത്സ്യ കർഷകരുടെയോ മത്സ്യത്തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെയുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിരമായ ഒരു ഫിഷറീസ് മൂല്യ ശൃംഖല വ്യാപാരം നടത്തുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തും നമ്മൾ PMSSY-യിൽ നിന്ന് സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ ഒരു നിർവഹണ ഏജൻസിയാണ് ഈ പറഞ്ഞ NCDC, അതായത് ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ NCDC ചിന്തിക്കുന്നത് ഒരു 500 FFPO-കൾ രൂപീകരിക്കുന്നതാണ്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 70 FFPO-കൾക്കാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ NCDC ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സാമ്പത്തിക ശാക്തീകരണം, അവരുടെ വിലപേശൽ പ്രാപ്തി വർദ്ധിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, മെച്ചപ്പെട്ട ധനലഭ്യതയും വിപണന ശൃംഖലയും വഴി ഉയർന്ന വരുമാനം നേടുക, FFPO-യുടെ സംരംഭ പ്രാവീണ്യം വികസിപ്പിക്കുക, മത്സ്യത്തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുക, വരുമാനാധിഷ്ഠിതമായ സുസ്ഥിര മത്സ്യമൂല ശൃംഖല വികസിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഉദ്ദേശങ്ങൾ. പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനക്ഷമത കൂട്ടുക, വിളവെടുപ്പിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും സൗകര്യ വികസനവും കൊടുക്കുക, വിപണനം നൽകാനായിട്ട് മത്സ്യത്തൊഴിലാളിയെ സഹായിക്കുക അല്ലെങ്കിൽ മത്സ്യ കർഷകരെ സഹായിക്കുക. പിന്നെ ഏതുതരം പ്രവർത്തികളാണോ ഈ ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷന് നന്നായിട്ട് കിട്ടുന്നത് അതെല്ലാം വികസിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടെ അതിനകത്തുണ്ട്. അപ്പൊ FFPO-യുടെ ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞതൊരു 100 അംഗങ്ങൾ അതിന് വേണം. ആരംഭിച്ച 2 വർഷത്തിനകത്ത് 300 അംഗങ്ങൾ, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ FFPO. അപ്പൊ FFPO-ന്റെ ഗ്രാന്റ് എന്ന് പറയുന്നത് 25 ലക്ഷം ഇതിന്റെ ഫണ്ടിങ് അപ്പർ ലിമിറ്റ്, മാക്സിമം കൊടുക്കാവുന്ന 25 ലക്ഷമാണ്. അതായത് ഫോർമേഷനും ഇൻക്യുബേഷനും. പിന്നെ 3 വർഷത്തേക്ക് മാനേജ്മെന്റ് കോസ്റ്റ് എന്നുള്ള ലെവൽ 18 ലക്ഷം ഒരു FFPO-ക്ക് നൽകും. പിന്നെ ഇക്വിറ്റി ഗ്രാന്റ്, ഒരു 150 പേർക്കുള്ള ഇക്വിറ്റി ഗ്രാന്റ്, ഒരാൾക്ക്, ഒരു ഫാർമർ അല്ലെങ്കിൽ ഒരു മത്സ്യ കർഷകൻ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി, ഒരു ഗുണഭോക്താവിന് 2000 രൂപ വെച്ച് 150 പേർക്ക് ഈ സഹായ സഹകരണം FFPO-ന് ലഭ്യമാണ്. പിന്നെ അതിന്റെ ഭാരവാഹികൾ, അതിന്റെ നടപ്പിലാക്കൽ രീതിയെല്ലാം ഫിഷറീസ് വകുപ്പിനോട് ചേർന്നിട്ടായിരിക്കും NCDC നടത്തുന്നത്. അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഫിഷറീസ് ഓഫീസിൽ ചേർന്നാൽ കിട്ടുന്നതായിരിക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന അഥവാ PMMSY എന്ന പദ്ധതിയെ ആസ്പദമാക്കിയുള്ള പരമ്പര 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിന്റെ തുടർഭാഗം നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. ഇനി കിസാൻ വാണിയിൽ പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം. കുട്ടമ്പുഴ സ്വദേശി രജനി കുട്ടൻ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പശുവിനെ വളർത്താൻ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1998 മുതൽ വളർത്തുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ, എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. അപ്പൊ അവർക്ക് പാല് കുടിക്കുന്നതിനും ഞാൻ വളർത്താൻ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പം വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ചെറുത്. പണ്ട് കാലത്ത് മൃഗാശുപത്രിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളോ വണ്ടി ഒന്നും വന്നു ചേരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. 10-24 വർഷം മുമ്പ്. അപ്പം ആണ് ഈ കറണ്ടും അതുപോലെ വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ പശുവിനെ കുത്തിവെപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പശുവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വിത്തുമൂരിയൊക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ 3-4 കിലോമീറ്റർ പോയിട്ടാണ് അതിനെ ഈ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പൊ അതിനുള്ള സൗകര്യമൊക്കെ ആയി. എന്നാലും പശുവിനെ ഞങ്ങള് വളർത്താനായിട്ടാണ് ആദ്യം വാങ്ങിച്ചത്. മറ്റ് ഉരുളനന്ദി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പശുവിനെ വളർത്താനായിട്ട് മേടിച്ചു. അപ്പൊ 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ പശുവിനെ കിടാവിനെ ഞങ്ങൾ കൊണ്ടുവന്ന് 2-2.5 വയസ്സാകുമ്പോഴത്തേനും കുത്തിവെച്ച് ജന പിടിച്ച് അതിന്റെ ആ കുട്ടീനെ, ആദ്യത്തെ കുട്ടീനെ പിന്നെ ഒരു കാലവർഷത്തെ കറവയെ എടുത്തിട്ട് പിന്നെ ചെന പിടിപ്പിച്ച് 9 മാസമാകുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തുനിന്ന് ഒരു പശുവിനെ കൂടെ കിട്ടി. അങ്ങനെ അതിനെ ഞങ്ങൾ വളർത്തി വലുതാക്കി. ഈ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും പാല് കൊടുക്കാം. പിന്നെ അയൽവക്കത്തൊക്കെ ഉള്ളവർക്കൊക്കെ കുറച്ച് പാലൊക്കെ കൊടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി തുടങ്ങി. പിന്നെ അതിനുശേഷം ഈറ്റ വട്ടിയൊക്കെ ഞങ്ങൾ പശുവിനെ വാങ്ങിച്ചിട്ടുണ്ട്. ദുരിതത്തിൽ പെട്ട് നടന്നപ്പോഴൊക്കെ ഈ പശുവാണ് ഞങ്ങൾക്ക് ഒരു കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്.
അതെല്ലാം എച്ചപ്പിന്റെ പശു ആണ് 5 6 ദേശീയ ഇനത്തിൽപ്പെട്ട പശുവുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് 22 ലിറ്റർ പാല് കിട്ടും. വീടുകളിൽ ഈ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്, കുപ്പിയിൽ അളന്നിട്ട് ഓരോ വീടുകളിൽ കൂടെ കൊണ്ട് കൊടുക്കും. പുറത്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് മിൽമയില് പാലിന് 36 രൂപയൊക്കെ ഇട്ട് കിട്ടുന്നത്. വില കുറവാ. നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നതനുസരിച്ച് വരുമ്പോ വില നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്ത് കൊണ്ട് കൊടുക്കും. രാവിലെ ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് എല്ലാ പശുക്കളും നല്ലപോലെ കുളിപ്പിച്ച് കഴിഞ്ഞ് കറവയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അരി വെച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിൽ ഗോതമ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുത്തിട്ട് കാലിത്തീറ്റയും 2-3 കിലോ വെച്ച് ഇടുന്നുള്ളൂ രാവിലെ. അത് ഇട്ട് യോജിപ്പിച്ച് പശുക്കൾക്ക് രാവിലെ കൊടുക്കും. ഉച്ച കഴിഞ്ഞ് കറവ കഴിഞ്ഞ് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. 3 വരെ ഞങ്ങൾ പശുവിനെ കുളിപ്പിക്കും. അത് നല്ലപോലെ കൊണ്ട് നടക്കുന്നു. അകിടുവീക്കം ഒക്കെ വരാറുണ്ട്. പിന്നെ വയറിളക്കം, പിന്നെ വയറ് കമ്പിക്കല്, അതൊക്കെ വരുമ്പോ ഞങ്ങള് നാടൻ ചികിത്സയൊക്കെയാണ് ചെയ്യാറുള്ളത്. മലയിഞ്ചി ഇടിച്ചു കഴിഞ്ഞ് വയറ് കമ്പിക്കുമ്പോ കൊടുക്കാറുണ്ട്. പിന്നെ ഈ കുരുമുളകും വെളുത്തുള്ളിയും ശർക്കര ഞങ്ങൾ ചേർത്ത് ഉരുളയാക്കിയിട്ട് വായില് അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ അകിടുവീക്കത്തിന് നല്ല നാരകം, പിന്നെ ആര്യവേപ്പ്, എന്റെ പേര് മറന്നു. അങ്ങനെ 2-3 കൂട്ടം മരുന്നൊക്കെ ഉണ്ട്. അതിട്ട് അവിടെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് തേച്ച് കൊടുക്കും. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് അവിടെ നല്ലപോലെ കഴുകും. തണുത്ത വെള്ളമൊക്കെ കുറെ നേരം അടിച്ചു കൊടുക്കും ആ വീട്ടില്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെയൊക്കെ ഞങ്ങൾ വിളിച്ച്, പിന്നെ അതൊക്കെ ഒത്തിരി വലുതൊക്കെ ആണെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷന് ഇപ്പൊക്കെ എടുക്കുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. 4 പേരും കൂടി ഓരോ പശുവിന്റെ വീട്ടില് രാവിലെ കുളിപ്പീരൊക്കെ കഴിഞ്ഞിട്ട് കറന്നെടുക്കുക ചെയ്യുന്നത്. യന്ത്രം വയ്ക്കാറില്ല. തീറ്റയ്ക്കായിട്ട് പുൽകൃഷി ചെയ്തിട്ടുണ്ട് 1 ഏക്കർ. അത് പിന്നെ അല്ലാതെ കണ്ടം വഴിയൊക്കെ ഉള്ള പുല്ല് അതും ഞങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് തീറ്റ സുപ്രീം കാലിത്തീറ്റയും അതിന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി പൊടിച്ചിട്ട് രാവിലെ ഇങ്ങനെ കുഴമ്പ് കൂട്ടി വേവിച്ചെടുത്തിട്ട് പച്ചരിയും കൊണ്ടുള്ള കഞ്ഞിയും വെച്ച് അതിന്റെ കൂടെ യോജിപ്പിച്ച് മിശ്രിതം പോലെ ആക്കിയിട്ട് കൊടുക്കും. മൂത്രവും ചാണകവും ബയോഗ്യാസും പ്ലാന്റ് ഉണ്ട്. അതില് ഞങ്ങൾ നിക്ഷേപിക്കുക ചെയ്യുന്നത്. പിന്നെ അതിന് ഞങ്ങൾ തീ മറ്റേ ഗ്യാസ് അടുപ്പുണ്ട്. അത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും പശുക്കൾക്കുള്ള വെള്ളം ചൂടാക്കുന്നതിനൊക്കെ ആ ഗ്യാസ് കൊണ്ട് അതുകൊണ്ടുള്ള ഉപകാരമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യം. അതുകൊണ്ടൊക്കെ കൂട്ടാട്ടവും ഞങ്ങളോട് നല്ലപോലെ ഇടപഴകുകയൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങളെല്ലാവരും കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ അതുങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്യും. കരഞ്ഞു വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എന്നാടിന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അതുങ്ങൾ ചിലപ്പോ ഒക്കെ വിശന്നിട്ട് അല്ലെങ്കിൽ പുല്ലിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കരയുന്നത്. ഞങ്ങൾ അടുത്ത് പോയി തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യും. അത് അങ്ങനെ കുഞ്ഞിക്കിടാക്കളാണല്ലോ. അതെ, ഭയങ്കര കാര്യമാകും. നല്ല നല്ല തുള്ളിച്ചാട് നമ്മളോട് കൂട്ടുകൂടാനും ഇണങ്ങാനും ഒക്കെ വരും. മക്കള് 2 പേരുണ്ട്. 2 ആൺകുട്ടികളാണ്. ഒരാള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏവിയേഷന് പഠിക്കുന്നു വയനാട്. ഒരാള് 2nd ഇയർ ഡിഗ്രി 2ാം വർഷം ചെയ്യുന്നു. പിള്ളേരെ പഠിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ വീട്ടുപകരണങ്ങളും അതുപോലെ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഒരു പശുവിനെ ലോൺ വാങ്ങിച്ചായിരുന്നു. അത് അടച്ചു തീർക്കുന്നതിനൊക്കെ ഈ പശുക്കൾ വളർത്തി തന്നെയാണ് ഞങ്ങളത് കഴിച്ചിട്ടുള്ളത്. പിന്നെ പാല് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വാഹനം ഒരെണ്ണം സ്കൂട്ടി വാങ്ങിച്ചു. അപ്പൊ അതിന്റെ മാസത്തവണ അടച്ചു പോകുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് സംതൃപ്തി. നമുക്ക് മറ്റ് വേറെ ഒരു കാര്യങ്ങളിൽ ഇടപെടാനുള്ള സമയങ്ങളില്ല. ഇതിന്റെ പുറകെ തന്നെ ഇങ്ങനെ അതുങ്ങളെ സംരക്ഷിച്ച് അതുങ്ങളെ കുളിപ്പിച്ച് ഇത് മനസ്സിന് ഒരു സുഖം തരുന്ന ഇതാണത്. കറവയേക്കാളും വരുമാനത്തെക്കാളും കൂടുതൽ ഇപ്പൊ ഇനി അത് നിന്നു പോയാലും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ നമുക്ക് തോന്നും. ഇല്ലാതെ ഈ ഇന്നാലുള്ള അവസ്ഥയിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിനൊരു സുഖമാണ്. എല്ലാം അങ്ങനെ വേറെ ഒന്നും മനസ്സിൽ ചിന്തയൊന്നും വരുന്നില്ല. ഇതുങ്ങളെ നോക്കണം, നടത്തിക്കൊണ്ട് പോകണം, അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവര് എന്ന് വെച്ചാ ഈ കുഞ്ഞുങ്ങളെ പോലെ നമ്മളെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിലും ഈ നമുക്കൊരു വരുമാനവും ആവും.
നമുക്കൊരു മനസ്സിന് ഒരു സംതൃപ്തിയായിരിക്കും. നമുക്ക് ആരോടും വഴക്കടിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോകാനുള്ള സമയം സന്ദർഭമൊന്നുമില്ല. ഇത് ഒരു നല്ല ഒരു വരുമാന മാർഗമാണ്. നമുക്ക് മനസ്സിനൊരു സുഖം തരുന്ന ഇത് തന്നെയാണ് പശു വളർത്തൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് മറ്റേ STയുടെ തന്നെ ഒരു ഇതുണ്ട്, അത് 50,000 അത് ചെന്നൈയിലാണ് തോന്നുന്നു അതിന്റെ ഓഫീസേ. ഒരു വർഷത്തേന് 50,000 രൂപ ഒരു പശുക്കൾക്ക് അങ്ങനെ വെച്ചിട്ടാണ് ഇൻഷുറൻസ് ചെയ്യുക. എനിക്ക് 6 പശുവുണ്ട്. അതിലിപ്പം ഈ മാർച്ച് 25 ആകുമ്പോഴത്തേന് ഇൻഷുറൻസ് വരും. പിന്നെ ഇത് ഇനി പുതുക്കേണ്ട ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 4 പേര് HFന്റെ പശുക്കളും പിന്നെ ഒരാള് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണുള്ളത്. ഇപ്പം കറവ 2 എണ്ണത്തിന് തീരാറായി. എന്നാലും ഞങ്ങള് 25 ലിറ്റർ പാല് ഒരു ദിവസം 4 പേരെ ഇറക്കുന്നുള്ളൂ. ബാക്കി 2 പേര് ചെന നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അതിന്ന് ഞങ്ങക്ക് 25 ലിറ്റർ പാലിപ്പം രാവിലെ കിട്ടും. പിന്നെ ഞങ്ങള് തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ മറ്റേ വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടറെ വിളിക്കാറുണ്ട്. ഇപ്പം പ്രസവം നടക്കാതെ വരുമ്പോ അങ്ങനെ ഒരു പശു ചത്തുപോയിട്ടുണ്ട്. അങ്ങോട്ട് വീണ് പോയിട്ട് വെള്ളം പൊട്ടിപ്പോയിട്ട് പ്രസവിക്കാതെ ഡോക്ടർ വരാൻ താമസം എടുക്കുക. അപ്പോഴത്തേനും കുട്ടിയും വയറ്റിൽ കിടന്ന് മരിച്ചു. പിന്നെ എന്റെ തള്ളയും പോയി. 2 പേരെയും കിട്ടിയില്ല. ഇപ്പൊ ഒക്കെ ഇച്ചിരി കുറവായ. നമ്മൾ സമയത്തിന് വിളിച്ചാലൊന്നും അവര് അങ്ങോട്ട് വരാനുള്ള ഈ ഒന്നാമത് വനമൊക്കെ ആണല്ലോ. ഈ വനത്തിൽ ആനയൊക്കെ ഉള്ളതുകൊണ്ട് വരാനൊക്കെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം പറഞ്ഞ് ഞങ്ങൾ വേറെ ഒരു അറ്റൻഡറായിട്ട് നേരത്തെ ഇരുന്ന പുള്ളി റിട്ടയർഡ് ആയോ അപ്പുള്ളിനെ വിളിക്കുമ്പോൾ ആ സാറിനെ വിളിച്ചാൽ സാറ് വരാറുണ്ട്. ഡോക്ടറെക്കാളും മുന്നേ അവരാണ് എത്തുന്നത്. വെളുപ്പിനെയൊക്കെ ഇപ്പൊ ഈ വെളുപ്പിന് 2-3 മണിക്കൊക്കെ പ്രസവം ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ ഡോക്ടറെ വിളിക്കുവാണെങ്കിൽ പറയും അങ്ങനെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോളാൻ പറയും. അപ്പൊ ഞങ്ങൾ ആ മോഹൻ സാർ എന്ന് പറഞ്ഞൊരു സാറിനെയാണ് വിളിക്കാറുള്ളത്. അപ്പടി കണ്ട പ്രദേശം കുറെ ഉണ്ട് നിലവായിട്ടുള്ളത്. അവിടെ ഞങ്ങൾ കൊണ്ട് കിട്ടും. അവിടെ ഈ വെട്ടുമുട്ടം പുല്ലെന്ന് പറഞ്ഞ ഒരു പുല്ലുണ്ട്. പിന്നെ ഒത്തിരി സൈസ് വേന ഉണ്ട്. അതിന്റെ 2-3 കൂട്ടത്തിന്റെ പേരൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. വെട്ടുമുട്ടൻ എന്ന് പറഞ്ഞാൽ മുട്ടിന് ഇങ്ങനെ പുല്ല് ഇഷ്ടം പോലെ പടർന്നിങ്ങനെ കിടക്കും. പിന്നെ പ്ലാക്കാടിപ്പള്ള അങ്ങനെ എല്ലാം സമ്മിശ്രമായിട്ട് ചേർന്നിട്ടുള്ള ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് പാലും കൂടുതൽ കിട്ടുന്നുണ്ട്. തീറ്റപ്പുല്ലിനേക്കാളും പാല് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം നേടിയ കുട്ടമ്പുഴ സ്വദേശി രജനി കുട്ടൻ തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ കിസാൻ വാണി പൂർണ്ണമാകുന്നു. സഹകരണം ശ്യാമ NB, ജിത സുധീർ. നിർവഹണം ബാലനാരായണൻ. कोरोना वायरस के खतरे से बचते हुए फसल की कटाई, बिक्री, खरीद, नई फसल की जुताई और बुआई सुरक्षित हो सकती है अगर हम लगातार हाथों को साबुन और साफ पानी से नियमित अंतराल पर धोते रहें। नाक, मुंह को मास्क, गमछे या कपड़े से ढक कर रखें। आंख, कान, नाक, मुंह न छुएं। आपस में 2 गज की दूरी बनाए रखें। मास्क और 2 गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम 2 गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें।
खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഹൈ 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 ഹൈ